നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ 2028 ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഒരു ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഏകദേശം 128 വർഷങ്ങൾക്ക് ശേഷമാണ് ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് എത്തുന്നത്. ആദ്യമായി ക്രിക്കറ്റ് ഒളിമ്പിക്സിലേക്ക് വരുന്നത് 1900-ലാണ്. അതൊരു വൺ ഓഫ് മാച്ച് ആയിരുന്നു. പാരീസിലായിരുന്നു സംഭവം നടക്കുന്നത്. 1900-ലായിരുന്നു. അതിനുശേഷം ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് വന്നിട്ടില്ല. അങ്ങനെ 128 വർഷത്തിന് ശേഷമാണ് ക്രിക്കറ്റ് ഒളിമ്പിക്സിലേക്ക് ലോസ് ഏഞ്ചൽസിലേക്ക് വരുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ട് ക്രിക്കറ്റ് ആരാധകർക്ക് മാത്രമല്ല. ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് എത്തുമ്പോഴേക്കും ഇന്ത്യക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കാരണം ഇന്ത്യക്ക് മെഡൽ നേടാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് സ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് ലോകത്തിൽ തന്നെ അടക്കി ഭരിക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒളിമ്പിക്സ് പോലൊരു വേദിയിലേക്ക് ഇന്ത്യക്ക് ഒരു വലിയ മെഡൽ സാധ്യത, ഒരു വലിയ മുൻതൂക്കം തന്നെ നേടാൻ കഴിയുന്ന ഒരു ഇവൻ്റായിട്ട് ക്രിക്കറ്റ് മാറുമ്പോഴേക്കും നമുക്ക് എങ്ങനെയാണ് ലോസ് ഏഞ്ചൽസിൽ ഈ ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് പ്രധാനപ്പെട്ടൊരു സ്പോർട്ടായിട്ട് മാറുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് ചെറിയൊരു ട്രിവ്യ പോലെ നമുക്കൊന്ന് സംസാരിക്കാം എന്നുള്ളത് കരുതുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്തായാലും ഈ ക്രിക്കറ്റിലേക്ക് വരുമ്പോഴേക്കും എങ്ങനെയാണ് ഒളിമ്പിക്സിൽ ഈ ക്രിക്കറ്റ് വരുന്നത്, ഏത് ഫോർമാറ്റിലായിരിക്കും? കാരണം ക്രിക്കറ്റ് വേണമെങ്കിൽ നമുക്കറിയാം, ടെസ്റ്റ് ഉണ്ട്, 50 ഓവേഴ്സ് ഉണ്ട്, T20 ഉണ്ട്, T10 ഉണ്ട്. അങ്ങനെ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്നൊരു മത്സരമാണല്ലോ ക്രിക്കറ്റ്. T5 ഉണ്ട്. ഹോങ്കോങ് ക്രിക്കറ്റ് സിക്സസിലൊക്കെ 5 ഓവർ മാച്ചൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും ലോസ് ഏഞ്ചൽസിൽ ഒളിമ്പിക്സിൽ 2020 ഗെയിം ആയിരിക്കും നടക്കുന്നത്. T20 മത്സരമാണ് നടക്കുന്നത്. അത് 2 ജെൻഡറിലും മെയിൽ ആൻഡ് ഫീമെയിൽ വിഭാഗത്തിലും ക്രിക്കറ്റ് T20-ലായിരിക്കും നടക്കുന്നത്. 6 ടീമായിരിക്കും മത്സരിക്കുന്നത്. 6 ടീമാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അതിൽ അമേരിക്കൻ ക്രിക്കറ്റ് ടീം, USA ക്രിക്കറ്റ് ടീം ഡയറക്റ്റ് എൻട്രി ആവാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 6 ടീമിൽ ഒരു സ്പോട്ട് USA ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള 5 സ്പോട്ടിൽ ഏതൊക്കെ ടീം എത്തും എന്നുള്ളതിനെ പറ്റിയാണ് നോക്കി കാണേണ്ടതുള്ളത്. കാരണം USA ഓൾറെഡി ഒരു ടീമായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബാക്കി 5 സ്പോട്ടിൽ ഏതൊക്കെ ക്രിക്കറ്റ് ടീം ഉണ്ടാകും? ഇംഗ്ലണ്ട് ഉണ്ടാവുമോ, ഓസ്ട്രേലിയ ഉണ്ടാവുമോ, ന്യൂസിലൻഡ് ഉണ്ടാവുമോ, പാകിസ്ഥാൻ ഉണ്ടാവുമോ, സിംബാബ്വെ ഉണ്ടാവുമോ, അഫ്ഗാനിസ്ഥാൻ ഉണ്ടാവുമോ, ഇന്ത്യ ഉണ്ടാവുമോ? ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ T20 ക്യാപ്റ്റൻ നിലവിൽ സൂര്യകുമാർ യാദവ് ആയതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവിൻ്റെ കീഴിലാണ് മത്സരം നടക്കുക. അല്ലെങ്കിൽ ഇന്ത്യൻ ടീം കളിക്കുകയാണെങ്കിൽ തന്നെ ഇറങ്ങുക എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. പക്ഷേ 2028 കേട്ടോ. അതിന് ഇനിയും വർഷങ്ങളൊക്കെ ഉണ്ട്, ഇനിയും സമയമുണ്ട്. പക്ഷേ എന്നാൽ പോലും അപ്പോഴും സൂര്യകുമാർ യാദവ് ആണ് ക്യാപ്റ്റൻ എങ്കിൽ സൂര്യകുമാർ യാദവിൻ്റെ കീഴിലായിരിക്കാം ഇന്ത്യ ഇറങ്ങുന്നത്. ഈ ടീമേ തന്നെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ. നമ്മൾ T20 ഫോർമാറ്റിലേക്ക് വരുമ്പോഴേക്കും മൊത്തത്തിൽ പൊളിച്ചെഴുത്ത് സംഭവിക്കാം. കാരണം ഇനിയും അതിലേക്ക് വർഷങ്ങളെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. എന്തായാലും T20-യിൽ നിലവിൽ സഞ്ജു സാംസണൊക്കെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരങ്ങളാണെങ്കിൽ പോലും 2028-ലേക്കൊക്കെ വരുമ്പോഴേക്കും ആ ഒരു പൊസിഷൻ സ്പോട്ടൊക്കെ ഇപ്പോഴും നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. എന്തായാലും ഒരു ടീമിന് 15 മെമ്പർ സ്ക്വാഡാണ് പ്ലേസ് ചെയ്യാൻ കഴിയുന്നത്. 15 മെമ്പർ സ്ക്വാഡിൽ കൃത്യമായി ഏതൊക്കെ ടീമാണ് ആരൊക്കെയായിരിക്കും കളിക്കുക എന്നുള്ളത് അവർക്ക് പ്രസൻറ്റ് ചെയ്യാം. സാധാരണ പോലെ ടൂർണമെൻറ്റുകളിൽ തന്നെ ഒരു 15 അംഗ സ്ക്വാഡ് തന്നെയായിരിക്കും ഇതിലേക്കും എത്തുന്നത്. അതിൽ നിന്ന് തന്നെയാണ് 6 ടീമുകൾ വരുന്നത്. അതിൽ ഒരു ടീം USA ആകുന്നു. ബാക്കിയുള്ള 5 ടീമുകൾ ആരൊക്കെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ പ്രോസസ്സും ഒക്കെ തന്നെ ഇനി വരാൻ കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ക്രിക്കറ്റ് അല്ലാതെ ഈ LA 2028-ൽ ഡെബ്യൂ ചെയ്യുന്ന കുറച്ച് സ്പോർട്ടുകളുണ്ട്. അതിലൊന്ന് സോഫ്റ്റ് ബോളാണ്, മറ്റൊന്ന് ഫ്ലാഗ് ഫുട്ബോൾ ഉണ്ട്, പിന്നെ ഒന്ന് സ്ക്വാഷ് ഉണ്ട്. അങ്ങനെ ലോസ് ഏഞ്ചൽസ് 2028-ലേക്ക് വരുമ്പോഴേക്കും ഡെബ്യൂ ചെയ്യുന്ന ക്രിക്കറ്റിനെ പോലെ തന്നെ വരുന്ന സ്പോർട്ടുകളാണ് ഈ 3 സ്പോർട്ടുകൾ. നമ്മൾ പക്ഷേ ക്രിക്കറ്റിലേക്ക് മാത്രമായിട്ട് സംസാരിക്കുന്നത് കാരണം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള, മെഡൽ നേടാൻ ഉറപ്പുള്ള ഒരു സ്പോർട്ടും കൂടി ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ഒളിമ്പിക്സിലേക്ക് വരുമ്പോഴേക്കും ഉണ്ടാകുന്ന സന്തോഷം മറ്റൊരു തലത്തിലാണ് വരുന്നത്. അപ്പോൾ അതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. എന്നാൽ പോലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, നമ്മളിപ്പോൾ IPL ഒക്കെ നടക്കുമ്പോൾ പോലും ക്രിക്കറ്റ് എപ്പോഴും ഇന്ത്യക്കാർ നെഞ്ചിലേറ്റുന്ന ഒരു മത്സരമാണ്, അല്ലെങ്കിൽ ഒരു ഗെയിമാണ്, ആ സ്പോർട്ടാണ്. ആ സ്പോർട്ടിലേക്ക് ഒളിമ്പിക്സ് പോലൊരു വേദിയിലേക്ക് ക്രിക്കറ്റിനെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമ്പോഴേക്കും ഒരുപാട് പ്രതീക്ഷകൾ ഇന്ത്യൻ ടീമിലേക്കും വെക്കുന്നുണ്ട്. വരാൻ ഇനിയും വർഷങ്ങൾ, 3 വർഷം ഇനിയുള്ള കാത്തിരിപ്പ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയോടെ ഇപ്പോഴും നോക്കിക്കാണുന്ന, ഇപ്പോഴും പല പല കാര്യങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ് വേണ്ടിയിട്ട് പുതിയ അപ്ഡേറ്റുകൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് മുന്നിലേക്ക് ഒരു ചെറിയ അപ്ഡേറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഒളിമ്പിക്സിൽ എങ്ങനെയായിരിക്കും, ഏത് ഫോർമാറ്റിലായിരിക്കും എത്തുക എന്നുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്തത്. താങ്ക് യു സോ മച്ച്.